പരിശുദ്ധിയുടെ സന്നിധിയിൽ അടുത്തു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ സന്ധ്യയിൽ നമ്മൾ ഒരുമിച്ച് പാടുന്നതിനും പാട്ടുകൾ ധ്യാനിക്കുന്നതിനുമുള്ള ഒരു സമയമായാണ് വേർതിരിച്ചിരിക്കുന്നത്. മർദ്ദമാസഭയുടെ സംഗീത സംവേദന വിഭാഗം DSMC പാട്ടുകൾ പരിശീലിപ്പിക്കുകയും പാട്ടുകൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പാട്ടുകൾ ധ്യാനിക്കുവാനുള്ള ഒരു നല്ല അവസരവും വേർതിരിച്ചിരിക്കുന്ന ഒരു സന്ധ്യയാണ് ഇത്. സേല, ഈ വാക്കിൻ്റെ അർത്ഥം പോസ്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാം സേല എന്നൊരു വാക്ക്. ആ വാക്കിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ഒരു പാട്ട് പാടുന്ന സമയത്ത് എവിടെയാണോ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ ഒരു പോസ്, ഒരു നൃത്തം, ഒരു മെഡിറ്റേഷൻ, ലിഫ്റ്റിംഗ് അപ്പ് എന്ന ഒരു അർത്ഥം അതിന് നൽകപ്പെടാറുണ്ട്. അത് പലയിടങ്ങളിലും നമ്മൾ വായിക്കുമ്പോൾ ഇതെന്താണ് ഇതിൻ്റെ അർത്ഥം, ഇതെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന ഒരു ആശയക്കുഴപ്പം നമ്മൾ പലപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്നത് അതുവരെ പാടി വന്ന ആ സംഗീതത്തിന് ഒരു മെഡിറ്റേഷൻ, പാടുന്ന ആളുകൾക്ക് ഒരു മെഡിറ്റേഷൻ. എന്താണ് പാടുന്നത്, എന്താണ് ഇതുവരെ പാടിയത്, അതൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള, അതിനെ ഒന്ന് ധ്യാനിക്കാനുള്ള ഒരു സമയമാണ്. ഇന്ന് നമ്മൾ അതാണ് ചെയ്യുന്നത്. നമ്മൾ പാടുന്ന പാട്ടുകൾ, പാട്ടിൻ്റെ വരികൾ ഒന്ന് ധ്യാനിക്കുക. കേട്ടുപോകുന്ന പാട്ടുകൾ, നമ്മൾ ഈ പാട്ടുകളൊക്കെ പാടാറുണ്ട്, എന്നാൽ കേട്ടുപോകുന്ന പാട്ടുകൾക്കുള്ളിൽ ദൈവത്തിൻ്റെ ശബ്ദവും ഭാഷണവും കേൾക്കാനുള്ള ധ്യാനത്തിൻ്റെ നിമിഷമാണ് ഈ സമയം. അതുകൊണ്ട് ഇന്ന് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഇടവകയുടെ വികാരി എബ്രഹാം തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട സഹവികാരി അച്ഛന്മാർ, DSMCയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിരിക്കുന്ന സ്റ്റീഫൻ അച്ഛൻ, DSMCയുടെ ഗായക സംഘത്തിൻ്റെ അംഗങ്ങൾ, ടെക്നിക്കൽ അസിസ്റ്റൻസ് നൽകുന്ന പ്രിയപ്പെട്ട ടീം അംഗങ്ങൾ, ഓർക്കസ്ട്രയിൽ സഹായിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ മെഡിറ്റേഷനിൽ ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. നിങ്ങളുടെ ധ്യാനപൂർവമായ, പ്രാർത്ഥനാപൂർവമായ സാന്നിധ്യവും പങ്കാളിത്തവും ആദ്യോടന്തം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ഇതിൽ സജീവമായി ഏകാഗ്ര ഹൃദയത്തോടും പ്രാർത്ഥനയോടും പങ്കെടുക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും പരിചിതമായ ക്രിസ്തീകരണത്തിലെ ഒരു ഗീതമാണ് ആശിസ്സമാരി ഉണ്ടാകും. ദൈവത്തിൻ്റെ കൃപാകരുണകൾ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവ് അനുഭവിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. അറിയാവുന്നവർ ചേർന്ന് പാടണം. എല്ലാവർക്കും കൂടെ ചേർന്ന് പാടുമ്പോഴാണല്ലോ ഈ പാട്ട് ഒരു ഹൃദയമായ ആരാധനയായും ധ്യാനമായും മാറുന്നത്. നമുക്ക് ഒരുമിച്ച് ഈ പാട്ടിൻ്റെ വരികളിൽ പങ്കുചേരാം. ആശിസ്സമാരി ഉണ്ടാകും ആനന്ദ വാഗ്ദത്തമേ. ആശിസ്സമാരിയുണ്ടാകും ആനന്ദ വാഗ്ദത്തമേ. മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ. ആശിസ്സമാരി ആശിഷം പേയണമേ. കൃപകൾ വീഴുന്നു ചാരേ, വന്മഴ താ ദൈവമേ. ആശിസ്സമാരി
ആശിഷം പെയ്യണമേ. കൃപകൾ വീഴുന്നു ശാരേ, വന്മഴ താ ദൈവമേ. ആശിസമാരിയുണ്ടാകും ആകത്താനങ്ങൾക്കും താൻ. ഇപ്പോൾ നിൻ വാഗ്ദത്തമോർത്തു നൽവരം തന്നിടുക. ആശിസമാരി ആശിഷം പെയ്യണമേ. കൃപകൾ വീഴുന്നു ശാരേ, വന്മഴ താ ദൈവമേ. ഹല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തുതി. നമ്മൾ ഇത് പദങ്ങളൊക്കെ പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്? എന്താണ് ദൈവത്തിൻ്റെ സ്തുതിക്ക്, നമ്മൾ സമർപ്പിക്കുന്ന സ്തുതിക്ക് ആധാരം? അത് നമുക്കൊരു ചിന്തനീയമായ വിഷയമായി മാറണം. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതും സ്തുതി കൊടുക്കുന്നതും അവൻ ദൈവമായിരിക്കുന്നത് കൊണ്ടാണ്. ദൈവം ദൈവമായിരിക്കുന്നതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടി, ദൈവത്തിൻ്റെ പരിപാലനം, ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ്, ഇതിനെ ഓർത്ത് ദൈവസന്നിധിയിൽ നമ്മൾ വീണ്ടും വീണ്ടും നന്ദി അർപ്പിക്കുകയാണ്. നന്ദി അർപ്പണമാണ് ശരിക്കും ഹല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. നമുക്ക് ശ്വാസം തന്നതും ശബ്ദം തന്നതും ജീവിതം തന്നതും ജന്മം തന്നതും ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങൾ സമയാസമയങ്ങളിൽ ഒരുക്കി നൽകുന്നതും ദൈവമാണ്. ക്രിസ്തീയ ജീവിത വഴിത്താരയിൽ ദൈവം നൽകുന്ന മുഖാന്തരങ്ങളും അനുഗ്രഹത്തിൻ്റെ വഴികളും നനയ്ക്കുന്നതിലും പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് ദൈവം നൽകുന്ന ഈ നന്മകളുടെ മുമ്പിൽ നമുക്ക് പകരം നൽകാൻ ഒന്നുമില്ല. പകരം നൽകാൻ ആകെയുള്ളത് നമ്മുടെ ശ്വാസം, നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം, ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സാജൻ പി മാത്യു അച്ഛൻ എഴുതിയ ഒരു പാട്ട് നമുക്ക് ഒരുമിച്ച് ധ്യാനപൂർവം പാടാം. ഒരിക്കലും നിലയ്ക്കാത്ത ഗാനം തരിക എന്നാവിൽ. ഈ പാട്ട് പാടുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വലിയ സന്തോഷം ഉണ്ടാകാറുണ്ട്. കാരണം ഒരു പാട്ടിൻ്റെ കസ്റ്റോഡിയനായി, ഒരു പാട്ട് പാടാനായി ദൈവം നമ്മെ ഏൽപ്പിച്ചു വിട്ടിട്ടുണ്ട്. ആ പാട്ട് നമ്മൾ പാടുമ്പോൾ ദൈവം എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടാവും. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ, നല്ല അനുസരണത്തോടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, നമ്മൾ പറയുന്നതൊക്കെ ശ്രദ്ധയോടെ കേട്ടനുസരിച്ച് ചെയ്യുന്ന ചിട്ടയോടെ വളരുന്ന കുഞ്ഞുങ്ങൾ, അവരെ കാണുമ്പോൾ നമുക്ക് എത്ര സന്തോഷമാണ്. എന്നതുപോലെയാണ് സ്വർഗത്തിലെ പിതാവ് നമുക്ക് നൽകിയിരിക്കുന്ന കഴിവും താലന്തുകളും അവസരങ്ങളും ഉചിതമായി ഉപയോഗിക്കുമ്പോൾ ദൈവം സന്തോഷിക്കുന്നു, സ്വർഗം സന്തോഷിക്കുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വരികളിൽ ഉള്ളത്. ഒരിക്കലും നിലയ്ക്കാത്ത ഗാനം ദൈവമേ നീ തന്നിട്ടുണ്ട്. അതൊരിക്കലും നിലയ്ക്കാതെ നിനക്ക് വേണ്ടി പാടുവാൻ, അവസാന ശ്വാസത്തോളം ദൈവമേ നിനക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ, നാദമുയർത്തുവാൻ എന്നെ സഹായിക്കണമേ എന്നാണ് ഈ ഗാനം പറയുന്നത്. ഈ പാട്ട് പാടുമ്പോൾ അറിയാവുന്നവർ ചേർന്ന് പാടാം, എന്നാൽ അറിയാൻ പാടില്ലാത്തവർ ഈ പാട്ടിൻ്റെ വരികളെ ധ്യാനിക്കുക. നമ്മൾ സാധാരണ വെറും കേൾവിക്കായി ഇരിക്കാതെ ഈ പാട്ടിൻ്റെ വരികളെ നമ്മുടെ ഹൃദയത്തിലോട്ടൊന്ന് സ്വാംശീകരിക്കണം. ദൈവമേ എനിക്ക് കേൾക്കാനുള്ള ശബ്ദം, കേൾക്കാനുള്ള സന്ദേശം ഈ ഗാനത്തിൽ കൂടെ തരണമേ എന്ന പ്രാർത്ഥനയോടെ ഈ പാട്ടിൻ്റെ വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒരിക്കലും നിലയ്ക്കാത്ത ഗാനം തരിക എൻ നാവിൽ.
നിലയ്ക്കാത്ത ഗാനം തരികയെന്നാവിൽ, ഒരിക്കലും നിലയ്ക്കാത്ത ഗാനം തരികയെന്നാവിൽ. മരിക്കുവോളം നിനക്കു വേണ്ടി ഉയർത്തിടാം ഞാനൻ സ്വരം, ഒരിക്കലും നിലയ്ക്കാത്ത ഗാനം തരികയെന്നാവേ. വിശ്വഗായക സ്നേഹഗായക, ശക്തി നൽകിടൂ പുത്രനാക്കിടൂ, ശക്തി നൽകിടൂ പുത്രനാക്കിടൂ. ഒരിക്കലും നിലയ്ക്കാത്ത ഗാനം തരികയെന്നാവേ, ഒരിക്കലും നിലയ്ക്കാത്ത ഗാനം തരികയെന്നാവേ. തിരുനാമ സംഗീതം മികവോടെ പാടിടാം, തരികന്റെ നാവിൽ ദൈവമേ നിൻ നാദസായുജ്യം. തിരുനാമ സംഗീതം മികവോടെ പാടിടാം, തരികന്റെ നാവിൽ ദൈവമേ നിൻ നാദസായുജ്യം. ഹൃദയതന്ത്രികൾ സർവദാ നിൻ മൃദുലരാഗം മീട്ടിടാൻ, ദൈവമേ ദൈവമേ ശക്തി നൽകിടൂ പുത്രനാക്കിടൂ, ശക്തി നൽകിടൂ പുത്രനാക്കിടൂ. ഒരിക്കലും നിലയ്ക്കാത്ത ഗാനം തരികയെന്നാവേ, ഒരിക്കലും നിലയ്ക്കാത്ത ഗാനം തരികയെന്നാവേ. കരുണാദ്രമാം നാദം കമനീയമാം രൂപം, കരളിൽ കുളിർ പകർന്നടിയനേ ദിനം വഴി നടത്തേണം. കരുണാദ്രമാം നാദം കമനീയമാം രൂപം, കരളിൽ പകർന്നടിയനേ ദിനം വഴി നടത്തേണം. ഒരിക്കലും പിരിയാതെ നീ എന്നും ഇരിക്ക എന്നോട് ചാരയായി, ദൈവമേ ദൈവമേ ശക്തി നൽകിടൂ പുത്രനാക്കിടൂ, ശക്തി നൽകിടൂ പുത്രനാക്കിടൂ. ഒരിക്കലും നിലയ്ക്കാത്ത ഗാനം തരികയെന്നാവേ, ഒരിക്കലും നിലയ്ക്കാത്ത ഗാനം തരികയെന്നാവേ. മരിക്കുവോളം
നിനക്കു വേണ്ടി ഉയർത്തിടാം ഞാനെൻ സ്വരം. വിശ്വഗായക സ്നേഹഗായക ശക്തി നൽകിടൂ പുത്രനാക്കിടൂ. ശക്തി നൽകിടൂ പുത്രനാക്കിടൂ. ഒരിക്കലും നിലയ്ക്കാത്ത ഗാനം തരിക എന്നാവേ. ഒരിക്കലും നിലയ്ക്കാത്ത ഗാനം തരിക എന്നാവേ. യേശുവല്ലാതെ മറ്റൊരാശ്രയം ഭൂവിലില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗികമായ ഒരവസ്ഥയാണ് കർത്താവല്ലാതെ മറ്റൊരാശ്രയമില്ല എന്ന് പറയാൻ സാധിക്കുന്ന അനുഭവം. ഒരുപാട് ജീവിതത്തിൻ്റെ സങ്കീർണതകളും വൈതരണികളും പ്രക്ഷുബ്ധതകളും ഒക്കെ നിറഞ്ഞ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ നമ്മൾക്ക് പലപ്പോഴും പതർച്ചയുണ്ടാവും. നമ്മൾ തളർന്നു പോകും. നമ്മൾ പല കാര്യങ്ങളിലും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയാതെ സങ്കടപ്പെടും. എന്നാൽ അവിടെ നമുക്ക് ദൈവം നൽകുന്ന വലിയൊരു വാഗ്ദാനമുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയും. കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത വാഗ്ദാനമാണ്, തിരുസഭയ്ക്ക് കൊടുത്ത വാഗ്ദാനമാണ്, ലോകത്തിന് കൊടുത്ത വലിയ പ്രത്യാശയുടെ വചനമാണത്. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. അപ്പോൾ അത് വീണ്ടും നമുക്കൊന്ന് ഓർക്കാനുള്ള നല്ല അവസരമാണ്. എൻ്റെ യേശുവാണ് എനിക്കെല്ലാം. ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും അനുഭവങ്ങളിലും ദൈവത്തിൻ്റെ വലിയ കൃപയാണ് എനിക്ക് ആശ്രയം. ഈ പാട്ട് നമുക്ക് ഒന്ന് കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. കൃപയും കരുണയും ചേർന്ന് ഈ പാട്ട് പാടുകയാണ്. ദൈവത്തിൻ്റെ വലിയ കൃപകളെ ഓർത്ത് ധ്യാനപൂർവം ഈ പാട്ടിൻ്റെ വരികളിൽ നമുക്ക് പങ്കുചേരാം. ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിക്കാൻ ഈ പാട്ട് നമ്മോട് ഇടപെടട്ടെ. ജീവിതത്തിൻ്റെ സമർപ്പണമായി ഈ പാട്ടിൻ്റെ വരികൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃപയും കരുണയും ഈ പാട്ട് ഇപ്പോൾ പാടുന്നതിന് വേണ്ടി അവരെ പ്രത്യേകമായി ക്ഷണിക്കുകയും ചെയ്യും. യേശുവേ നായകാ ഉയർത്തവനാം കർത്താവേ അവിടുന്ന് പ്രിയനേ. യേശുവേ നായകാ ഉയർത്തവനാം കർത്താവേ അവിടുന്ന് പ്രിയനേ. കഴുകണമേ നിന്നു വിരമതാ ഒരുക്കണമേ നിൻ ജീവനാ പകരണമേ നിന്റെ കൃപകൾ നിറയ്ക്കണമേ നിന്നനുഗ്രഹത്താൽ മകനാകാൻ ഒരുക്കണമേ നിൻ റൂഹായ എന്നും മകനാകാൻ ഒരുക്കണമേ നിൻ റൂഹായ.
ലോകത്തിൻ വേദനകൾ സഹിച്ചിടുവാൻ ഓർക്കണമേ. പ്രാർത്ഥനകൾ നൽകുന്നു ലോകത്തിൻ വേദനകൾ സഹിച്ചിടുവാൻ ഓർക്കണമേ. പ്രാർത്ഥനകൾ ദൈവം കനിവാൻ തന്നതല്ലേ ഈ ജന്മം, എൻ കരളിൽ ഞാൻ കാക്കും ഒരു നിധിയായി നിന്നെ നിറവോടെ കരുതും പിരിയാതെ നിന്നെ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം, ഇൻ കരളിൽ ഞാൻ കാക്കും ഒരു നിധിയായി നിന്നെ നിറവോടെ കരുതും പിരിയാതെ നിന്നെ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം. ഒരു മകനായി മകളായി നിന്മാർവിൽ ഞാനും ശാന്തമായി ഉറങ്ങിയിടും നേരം. ഒരു മകനായി മകളായി നിന്മാർവിൽ ഞാനും ശാന്തമായി ഉറങ്ങിയിടും നേരം. ഉറങ്ങാതെ ഉണർവോടെ കരുതും നിൻ കരങ്ങൾ, എൻ ജീവിതം നിന്നിൽ ധന്യമായി തീരാൻ. ഉറങ്ങാതെ ഉണർവോടെ കരുതും നിൻ കരങ്ങൾ, എൻ ജീവിതം നിന്നിൽ ധന്യമായി തീരാൻ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം, എൻ കരളിൽ ഞാൻ കാക്കും ഒരു നിധിയായി നിന്നെ നിറവോടെ കരുതും പിരിയാതെ നിന്നെ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം. ഇരുൾ മൂടിയ വാനവും കുടചൂടിയ ചന്ദ്രനും അലിവില്ലാതിളകുന്ന കടലും. ഇരുമൂടിയ വാനവും കുടചൂടിയ ചന്ദ്രനും അലിവില്ലാതിളകുന്ന കടലും. ഇളകുന്ന തോണിയിൽ ഇടറാതെ ഞാനും ഉറപ്പോടെ എത്തും മറുകരയിൽ നിൻ കൃപയാൽ. ഇളകുന്ന തോണിയിൽ ഇടറാതെ ഞാനും ഉറപ്പോടെ എത്തും മറുകരയിൽ നിൻ കൃപയാൽ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം, എൻ കരളിൽ ഞാൻ കാക്കും ഒരു നിധിയായി നിന്നെ നിറവോടെ കരുതും പിരിയാതെ നിന്നെ. ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം
ഇന്നിവിടെ ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്പുരാൻ നൽകിയ വലിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സോണിയച്ചൻ പറഞ്ഞതുപോലെ ഇന്ന് എൻ്റെ 32ാമത്തെ ജന്മദിനമാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ നന്ദിയല്ലാതെ ഒന്നും പറയുവാനായിട്ടില്ല, സ്തോത്രമല്ലാതെ ഒന്നും ചൊല്ലുവാനും ഇല്ല. കാരണം 26 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇന്നത് പറഞ്ഞില്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദികേടായി പോകും. 26 വർഷങ്ങൾക്ക് മുൻപ് മെഡിക്കൽ സയൻസ് വിധി എഴുതിയതാണ്, ഞാൻ മരിച്ചു പോകുമെന്ന് വിധി എഴുതിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ ഡോക്ടർമാരുണ്ടെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ ടേം പറഞ്ഞാൽ അവർക്കറിയാം. ഇൻറ്റസ്റ്റൈൻ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്ന വൻകുടലിനും ചെറുകുടലിനുമൊക്കെ ഇൻഫെക്ഷൻ വന്ന് മരണത്തിലേക്ക് പോകുന്നതായ ഒരവസ്ഥയാണ്. എന്നാൽ 26 വർഷങ്ങൾക്ക് മുൻപ് ഒരു വർഷക്കാലം ഞാൻ രോഗക്കിടക്കയിൽ കിടന്നപ്പോൾ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ഇരു കൈയും പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ നിൽക്കുന്നത്. ഞാൻ രോഗക്കിടക്കയിലായിരുന്നത് ഒരു സിസ്റ്റർമാരുടെ ഹോസ്പിറ്റലാണ്. അപ്പോൾ എല്ലാ ദിവസവും അപ്പനും അമ്മയും ഇങ്ങനെ കിടന്ന് നിലവിളിയും കരച്ചിലും കണ്ടിട്ട് ഒരു സിസ്റ്റർ എൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു പ്രാർത്ഥന എഴുതി കൊടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് 50 ദിവസം ഈ പ്രാർത്ഥന ചൊല്ലണം. അപ്പോൾ നമുക്കറിയാം അവസാനത്തെ കച്ചിത്തുരുമ്പ 50 അല്ല 100 വട്ടം വേണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും. രാവിലെയും വൈകുന്നേരവും എൻ്റെ അമ്മ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഒരു ഓണസമയത്താണ് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നത്. ഡോക്ടർമാർ ചിലരൊക്കെ ലീവിന് പോയി. അപ്പോൾ ഡോക്ടർമാർക്ക് വ്യക്തമായിട്ട് അറിയാം തിരിച്ചു വരുമ്പോൾ ഈ കുഞ്ഞ് കാണത്തില്ല. കാരണം മൂക്കിൽ കൂടെ ട്യൂബ്, വായിക്കൂടെ ട്യൂബ്, ഓരോ ദിവസവും ശരീരം ഇങ്ങനെ ക്ഷയിച്ച് വരുന്നു. അപ്പോൾ ഈ പ്രാർത്ഥന ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഡോക്ടർമാർ ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ കിടപ്പിന് വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാൽ ജീവനുണ്ട്. ഡോക്ടർമാർ പറഞ്ഞു ഒന്നും കൂടെ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ എൻ്റെ അപ്പനോടും അമ്മയോടും പറഞ്ഞു, ഇച്ചിരി ക്ഷീണമുണ്ടെന്നേ ഉള്ളൂ, രോഗം ഇപ്പോൾ കാണുന്നില്ല. നമുക്കറിയാം ഒരു നന്മ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നന്മ നൽകിയ ആളുടെയും തപ്പി നമ്മൾ പോകും. ഇന്ന് നമ്മൾ വേദഭാഗമായിട്ട് വായിച്ച് കേട്ടത് എമ്മവൂസിലേക്ക് പോകുന്ന 2 ആളുകളെ പറ്റിയാണ്. അപരിചിതരായി ഒരു വ്യക്തി കൂടെ നടന്നപ്പോൾ അവർ തിരിച്ചറിഞ്ഞില്ല. അതേപോലെ എൻ്റെ അമ്മയും തപ്പിപ്പോയി. എമ്മൂസിലേക്കുള്ളൊരു യാത്രയിലായിരുന്നു അമ്മ. ഒരുവനെ തിരക്കി, ആ സിസ്റ്ററിനെ തിരക്കി. പക്ഷേ ആ ഹോസ്പിറ്റലിൽ ഒരുവൻ പോലും ആ സിസ്റ്ററിനെ കണ്ടിട്ടുമില്ല. ആ സിസ്റ്റർ തൊട്ട് അവിടെ ഇല്ല താനും. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നുണ്ട് ആ സിസ്റ്ററിൻ്റെ രൂപത്തിൽ വന്നത് എൻ്റെ സർവശക്തനായ ദൈവമാണ്. ഞാൻ പാടാൻ പോകുന്ന പാട്ടും അത് തന്നെ. ആരും സഹായമില്ല എങ്കിലും ഒരുവൻ എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവം സ്വർഗ സിംഹാസനം, എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം. അതുകൊണ്ട് ഈ 26 വർഷങ്ങൾക്ക് ഇപ്പുറം ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറച്ചു പറയും, ദൈവത്തിൻ്റെ കൈ ഒട്ടും കുറുകിപ്പോയിട്ടില്ല. ആ ദൈവത്തിൻ്റെ ശക്തി ഇന്നും അതുപോലെ നിൽപ്പുണ്ട്. നമ്മളൊരു കാര്യം മാത്രം ചെയ്താൽ മതി, നമ്മളെ തന്നെ സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിൽ സമർപ്പിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമുക്കും പറയുവാൻ സാധിക്കും, ചുറ്റുമുള്ളതൊക്കെ നഷ്ടപ്പെട്ടാലും എനിക്ക് എൻ്റെ ദൈവമുണ്ട്. മാതാപിതാക്കളും സഹോദരങ്ങളും ആരെല്ലാം തള്ളിക്കളഞ്ഞാലും എൻ്റെ ദൈവം എനിക്കുണ്ട്. അതുകൊണ്ട് ആ ഒരു ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് പാടി ഘോഷിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്, എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം തന്നിൽ എന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അറിയാവുന്നവർക്കെല്ലാം ഈ ഒരു പാട്ടിൻ്റെ കൂടെ നമുക്ക് ചേർന്ന് പാടാം. ഇവിടെ പറയുന്നുണ്ട്, ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകനുണ്ട്, അവൻ വാനിൽ ഉണ്ട്, എനിക്കത് ആശ്ചര്യമേ. നമുക്ക് ചേർന്ന് പാടാം, എൻ്റെ ദൈവം സ്വർഗ സിംഹാസനം.
ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം എന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. മാതാപിതാക്കളും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. മാതാപിതാക്കളും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്ന് അറിഞ്ഞതിലുല്ലാസമേ. എന്നാലെനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്ന് അറിഞ്ഞതിലുല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു.
സ്വർഗീയ നാടിനെ കാൺമാൻ കൊതിച്ചു ഞാൻ പാർത്തിടുന്നു. ലോകം വെടിഞ്ഞെൻ്റെ സ്വർഗീയ നാടിനെ കാൺമാൻ കൊതിച്ചു ഞാൻ പാർത്തിടുന്നു. അന്യൻ പരദേശിയെന്നെൻ്റെ മേലെഴുത്തെന്നാൽ സർവസവുമെൻ്റേതത്രേ. അന്യൻ പരദേശിയെന്നെൻ്റെ മേലെഴുത്തെന്നാൽ സർവസവും എൻ്റേതത്രേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഉയർത്തിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഉയർത്തിയിടുന്നു. അച്ഛൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം സാക്ഷ്യം നമ്മൾ കേട്ടുവല്ലോ. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ ഓരോ കഥകളുണ്ട്, ഓരോ ജീവിതാനുഭവങ്ങളുണ്ട്. ദൈവം വിടുവിച്ച ഭൂതകാലം, ദൈവം വീണ്ടെടുത്ത ഒരു ഭൂതകാലം. നമ്മളുടെ ജീവിതത്തിൻ്റെ ദിശയും ഗതിയുമൊക്കെ തെറ്റിപ്പോയി ഇനിയും തിരിച്ചു വരവ് സാധ്യമല്ല, ഇനിയും നിവർത്തിയില്ല എന്ന് കീഴടങ്ങുന്ന ഒരു ജീവിതത്തിൻ്റെ നാഴികയിൽ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാൻ ശക്തനാണ്. ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മളെ കേൾക്കാൻ ഒരാളുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. പ്രത്യേകിച്ച് ഈ തെരുവിലൊക്കെ വളരുന്ന കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവർ അധികം കരയാറില്ല, കാരണം അവർ കരഞ്ഞാൽ ആര് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കരയാൻ തോന്നാറുള്ളൂ, ആ കരച്ചിലിന് അർത്ഥമുണ്ടാകും. പലപ്പോഴും ജീവിതത്തിൽ നമ്മളെ കേൾക്കാൻ ആരുമില്ല, നമ്മുടെ ശബ്ദവും നമ്മുടെ സങ്കടവും നമ്മുടെ നിശ്വാസവും നിശബ്ദതയും ഒന്നും ശ്രദ്ധിക്കാൻ ആരുമില്ല എന്ന് നമ്മൾ സങ്കടപ്പെടുന്ന ജീവിതത്തിന് നാഴികളുണ്ടാവും. അവിടെയാണ് നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിച്ചറിയുന്നത്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ദൈവമേ, ഞങ്ങളുടെ ജീവിത വഴിയാത്രയിൽ നീ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഒരു കൂട്ടിന് വേണ്ടി, ഒരു കമ്പാനിയൻഷിപ്പിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ എല്ലാ നിശ്വാസങ്ങളെയും അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ശ്വാസത്തെയും നമ്മുടെ നിശബ്ദതയെയും നമ്മുടെ ഉള്ളിൻ്റെ ആരും അറിയാത്ത തേങ്ങലുകൾ പോലും അറിയുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ ഭയവിഹുലത ഓടിപ്പോവുകയാണ്, ഒളിച്ചോടുകയാണ്. എന്നാൽ അവരോടൊപ്പം കൂട്ടുചേർന്ന ഒരു കർത്താവ്. ഇന്ന് പാടാനായി അടുത്തതായി ജർലിൻ പാടാൻ പോകുന്ന പാട്ട്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കൂടെയുണ്ട്, ചാരയുണ്ട്. കാണാതിരിക്കുമോ നിൻ്റെ കണ്ണുനീർ, കേൾക്കാതിരിക്കുമോ നിൻ്റെ യാചന. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഭാരമോ സങ്കടമോ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ പാട്ട് നിങ്ങൾക്ക് നൽകുന്ന ബലം ചെറുതല്ല. കാരണം നിൻ്റെ കണ്ണുനീര് കാണാൻ ഒരാളുണ്ട്, നിൻ്റെ സങ്കടം കേൾക്കാൻ ഒരാളുണ്ട്. നിൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ നിനക്ക് പിഴച്ചു പോയെന്ന് തോന്നിയ എല്ലാ അനുഭവങ്ങളെയും തിരികെ പിടിച്ചു തരാൻ, നിൻ്റെ കൂടെ നിൽക്കാൻ ഒരാളുണ്ട്. ആ പ്രാർത്ഥനയാണ് ഈ ഗാനത്തിൽ കൂടി, ആ ഉറപ്പാണ് ഈ ഗാനത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കൂടെയുണ്ട്, ചാരയുണ്ട്. കാണാതെ പോകില്ല നിൻ്റെ കണ്ണുനീർ, കേൾക്കാതെ പോകില്ല നിൻ്റെ നിലവിളി. നിൻ്റെ നിലവിളിയും പ്രാർത്ഥനയും ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ഗാനത്തിൻ്റെ വരികളിൽ ധ്യാനപൂർവ്വം പങ്കുചേരാം.
യാചന നൽകുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചന നൽകുന്ന ദൈവം കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. കാണാതിരിക്കുമോ നിൻ കണ്ണുനീർ, കേൾക്കാതിരിക്കുമോ നിൻ യാചന, കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. മരുഭൂമിയിൽ ഞാൻ ഏകനായി തളർന്നിടിലും, ഈ ലോകരെന്നെ ഏകനായി തള്ളിയിടിലും, മരുഭൂമിയിൽ ഞാൻ ഏകനായി തളർന്നിടിലും, ഈ ലോകമെന്നെ ഏകനായി തള്ളിയിടിലും, വീഴാതെ തളരാതെ താങ്ങുന്നവൻ കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. കാണാതിരിക്കുമോ നിൻ കണ്ണുനീർ, കേൾക്കാതിരിക്കുമോ നിൻ യാചന, കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. രോഗങ്ങളാൽ ഞാൻ ക്ഷീണിതനായിടുമ്പോൾ, മരണത്തിൻ ഭീതിയിൽ ഞാനേറ്റം തകർന്നിടുമ്പോൾ, രോഗങ്ങളാൽ ഞാൻ ക്ഷീണിതനായിടുമ്പോൾ, മരണത്തിൻ ഭീതിയിൽ ഞാനേറ്റം തകർന്നിടുമ്പോൾ, ഭയമേതും വേണ്ടിനി എൻ മകനേ, കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. കാണാതിരിക്കുമോ നിൻ കണ്ണുനീർ, കേൾക്കാതിരിക്കുമോ നിൻ യാചന, കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളുടെയൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട്. ഇതെല്ലാം ഓരോ ആത്മീയ അന്തരീക്ഷത്തിൽ ദൈവഭക്തരായ മനുഷ്യരാൽ ആത്മാവിൻ്റെ നിറവിനാൽ എഴുതപ്പെട്ട ഗാനങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളിത് പാടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പാട്ട്, എവിടെയെങ്കിലും ലോകത്തിൻ്റെ ഒരു കോണിലിരുന്ന് എഴുതിയ പാട്ട്, ആരൊക്കെയോ പാടി ചിട്ടപ്പെടുത്തിയ പാട്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് ഇവിടെ കേൾക്കണമെങ്കിൽ, പാടണമെങ്കിൽ അതിനു പിന്നിൽ ഒരു ദൈവത്തിൻ്റെ വലിയ ഇടപെടലുണ്ട്. അതുകൊണ്ട് എല്ലാ പാട്ടുകളും ആത്മീയ ഗീതങ്ങളും ദൈവത്തിൻ്റെ വലിയ കൃപ വ്യാപരിച്ച പാട്ടുകളാണ്. നമ്മുടെ ആരാധനാ ഗീതങ്ങളിലൊക്കെ ഒരുപാട് പാട്ടുകൾ നമുക്ക് ശുശ്രൂഷയുടെ ഭാഗമായും ആരാധനയുടെ ഭാഗമായും നമ്മുടെ കൂട്ടായ്മയുടെയും കുടുംബ പ്രാർത്ഥനയുടെയും ഭാഗമായിട്ടൊക്കെ നമ്മൾ പാടാറുണ്ട്. ഈ പാട്ടുകളിലൊക്കെ ധ്വനിക്കുന്നത് ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ള സന്ദേശമാണ്. ദൈവത്തിൻ്റെ ആലോചന കേൾക്കാനുള്ള
നല്ല മാധ്യമമാണ് പാട്ടുകൾ. ദൈവവചനം ഏറ്റവും കൂടുതൽ നമ്മൾ ഹൃദയമായി സംസാരിക്കുന്നത് പോലെ തന്നെ ഈ പാട്ടുകളുടെ വരികളിൽ കൂടി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് ഇവിടെ പാടിയ പാട്ടുകളിൽ കൂടിയൊക്കെ ദൈവത്തിൻ്റെ വലിയ ആലോചന നമ്മൾ കേട്ടു. ഇനിയും കേൾക്കാൻ പോകുന്ന പാട്ടിലും ഇതുപോലെ ഒരു വലിയ സന്ദേശം നമുക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. സുറിയാനി ഭാഷ നമുക്ക് പരിചയമുള്ള ഒരു ഭാഷയാണ്. എന്നാൽ നമുക്ക് വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്യാൻ ചിലപ്പോൾ പ്രാഗൽഭ്യമോ പ്രാവീണ്യമോ ഉണ്ടാകണമെന്നില്ല. നമ്മുടെ ആരാധനാ ഗീതങ്ങളൊക്കെ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് സിറിയക് ലാംഗ്വേജാണ്. സുറിയാനി ഭാഷയിലാണ് നമ്മുടെ ആരാധനാ ഗീതങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിരുന്നത്. അത് മൊഴിമാറ്റം ചെയ്ത് മലയാളത്തിൽ നമ്മളതിനെ ഉപയോഗ ക്രമത്തിലേക്ക് വരുത്തിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്ന് പറയുന്നത് സിറിയക് ലാംഗ്വേജാണ്. ഇന്ന് ഇവിടെ പാടാൻ പോകുന്ന ഒരു പാട്ട് കൃപയും കരുണയും കൂടെ ചേർന്നാണ് പാടുന്നത്. ആ പാട്ടിനകത്ത് അതിൻ്റെ സന്ദേശം ഇതാണ്: യേശുവാണ് എനിക്കെല്ലാം എല്ലാം. യേശുവിലാണ് എൻ്റെ ആശ്രയം മുഴുവൻ, ജീവിതം മുഴുവനും. അതുകൊണ്ട് ആ പാട്ടിൻ്റെ സുറിയാനിയും മലയാളവും കലർന്ന ഒരു വേർഷനാണ് ഇവിടെ പാടുന്നത്. കൃപയും കരുണയും ഈ പാട്ടുകൾ പാടുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നു. അവരെ പ്രത്യേകമായി ക്ഷണിക്കുന്നു. എല്ലാവരും ഇത് ശ്രദ്ധയോടെ ധ്യാനപൂർവ്വം പാടുന്നതിന് വേണ്ടിയും കേൾക്കുന്നതിന് വേണ്ടിയും ക്ഷണിക്കുകയും നിങ്ങളെ പ്രത്യേകം അതിന് സ്വാഗതം നേരുകയും ചെയ്യും.
ഏതൊരു ആരാധനയും വിശ്വാസജനത്തിൻ്റെ ഹൃദയത്തിൽ നൽകുന്നതായ ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഓരോ ആരാധനയിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു അനുതാപ ഹൃദയത്തോടു കൂടി തിരികെ ഭവനത്തിലേക്ക് പോകണമെന്നാണ്. ഞാൻ വന്നതുപോലെയല്ല ദൈവമേ, പുതുക്കമുള്ള ഒരു ഹൃദയത്തിന് അവകാശിയായിട്ട് എന്നെ നീ തിരികെ അയക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ആലയത്തിൻ്റെ പടിവാതിൽ കടന്ന് നമ്മൾ അകത്തേക്ക് വരുന്നത്. എന്നാൽ പാട്ടുകാരൻ പറയുന്നുണ്ട്, അനുതാപ ഹൃദയം തരണേ എന്നും ഒരു കാര്യത്തിന് വേണ്ടി മാത്രം, നിൻ്റെ സ്നേഹം കാണുവാൻ. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, നമ്മൾ ഇന്ന് ഈ ആലയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഏക പ്രാർത്ഥന അത് മാത്രമായിരിക്കണം. തമ്പുരാനെ, വന്നതുപോലെയല്ല, തിരികെ അനുതാപമുള്ള ഹൃദയത്തോടു കൂടി പോകുന്ന വഴിയിൽ ഇപ്രകാരം എനിക്ക് പറയുവാൻ സാധിക്കണം, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയവ ചെയ്തു. അപ്രകാരം ഈ പാട്ടുകാരൻ്റെ കൂടെ നമുക്കും ഏറ്റുപാടാം. അനുതാപ ഹൃദയം തരണേ നാഥ, നിൻ സ്നേഹം ഒന്ന് രുചിച്ചറിയുവാൻ ഈ മനോഹരമായ ഗാനം പാടുവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഷെജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനുതാപഹൃദയം തരണേന്നും നിൻ സ്നേഹം കാണുവാനാ. അനുതാപഹൃദയം തരണേന്നും നിൻ സ്നേഹം കാണുവാനാ. നനവാർന്ന മാനസം തരണേന്നും നിന്ദയ വളരുവാനാ. നനവാർന്ന മാനസം തരണേന്നും നിന്ദയ വളരുവാനാ. പാപിയാമെന്നെ നീ കണ്ടുവല്ലോ, മുന്നമേ അറിഞ്ഞുവല്ലോ. പാപിയാമെന്നെ നീ കണ്ടുവല്ലോ, മുന്നമേ അറിഞ്ഞുവല്ലോ. കാത്തിരുന്നു എന്നും എനിക്കു വേണ്ടി എൻ മനം പുതുക്കിടുവാൻ. കാത്തിരുന്നു എന്നും എനിക്കു വേണ്ടി എൻ മനം പുതുക്കിടുവാൻ. അനുതാപഹൃദയം തരണേന്നും നിൻ സ്നേഹം കാണുവാൻ. നനവാർന്ന മാനസം തരണേന്നും നിന്ദയ വളരുവാനാ. സന്നിധി പോകുവാൻ യോഗ്യനല്ല, അകതാരിൽ തോന്നിയല്ലോ. സന്നിധി പോകുവാൻ യോഗ്യനല്ല, അകതാരിൽ തോന്നിയല്ലോ.
ചേർത്തുവല്ലോ. ദൂരവേ നിന്നു നീ അറിഞ്ഞുവല്ലോ, തൻ മകനായി ചേർത്തുവല്ലോ. അനുതാപഹൃദയം തരണേ, നിൻ സ്നേഹം കാണുവാനാ. നനവാർന്ന മാനസം തരണേന്നും നിന്ദയ വളരുവാനാ. ദൈവാത്മാവെന്നുമെന്നുള്ളിലേക്ക് ഭുജങ്ങളിൽ താങ്ങിടണേ. ദൈവാത്മാവെന്നുമെന്നുള്ളിലേക്ക് ഭുജങ്ങളിൽ താങ്ങിടണേ. നിൻ ജീവനെന്നെന്നും പകർന്നിടണേ, ലോകത്തിന്നേകുവാനാ. നിൻ ജീവനെന്നെന്നും പകർന്നിടണേ, ലോകത്തിന്നേകുവാനാ. അനുതാപഹൃദയം തരണേന്ന് നിൻ സ്നേഹം കാണുവാനാ. നനവാർന്ന മാനസം തരണേന്നും നിന്ദയ വളരുവാനാ. മനമൊരുകി പ്രാർത്ഥിച്ചിടാം. തവ സവിതേ, എല്ലായ്പ്പോഴും പ്രാർത്ഥനയിൽ ജാഗരിക്കുക. മാരാമൺ കൺവെൻഷനിൽ മുൻപ് നമ്മൾ പാടിയിട്ടുള്ള ഒരു ഗാനമാണ്. ഹൃദയത്തിൻ്റെ നുറുക്കത്തെ മാനിക്കുന്ന ഒരു ദൈവം. സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ലല്ലോ. നിരസിക്കാത്ത തകർന്ന ഹൃദയത്തെ, നുറുങ്ങിയ മനസ്സിനെ ആദരിക്കുന്ന, സ്വീകരിക്കുന്ന ഒരു ദൈവം. നമ്മുടെ പ്രാർത്ഥനകളുടെ വരികൾ ദൈവസന്നിധിയിൽ ഉയർത്തുമ്പോൾ ഹൃദയത്തിൻ്റെ നനവ് ദൈവം ആഗ്രഹിക്കുന്നു. ഹൃദയത്തിൻ്റെ ഒരു നുറുക്കം ദൈവം ആഗ്രഹിക്കുന്നു. ഒരു മനുഷ്യനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ മദ്ബഹായിൽ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കായി കാർമ്മികൻ അപ്പം നുറുക്കുമ്പോൾ ജനം പുറത്തുനിന്ന് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഹൃദയം നുറുക്കിക്കൊണ്ടിരിക്കണം. അച്ഛൻ മദ്ബഹായിൽ പ്രാർത്ഥനയിൽ അപ്പം നുറുക്കുമ്പോൾ ജനം പുറത്ത് ആ പ്രാർത്ഥനയിൽ തങ്ങളുടെ ഹൃദയത്തെ നുറുക്കണം. അങ്ങനെയൊരു പ്രാർത്ഥനയുടെ വലിയ വൈബ്രേഷനാണ് ആത്മീയ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ ബലം നൽകുന്നത്. ഈ പാട്ട് പാടുന്നതിന് വേണ്ടി ഷിജനെയും ജെർലിനെയും ക്ഷണിക്കുന്നു. മനമുരുകി പ്രാർത്ഥിച്ചിടാം. ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കുന്നതിനുള്ള ആഹ്വാനമാണ് ഈ പാട്ട് നൽകുന്നത്. മനമുരുകി പ്രാർത്ഥിച്ചിടാം, ദിനവും തവ സവിധേ യാചിച്ചിടാം. മനമുരുകി പ്രാർത്ഥിച്ചിടാം, ദിനവും തവ സവിധേ യാചിച്ചിടാം. തകർന്ന ഹൃദയം കാണുന്ന ദൈവം, മനസ്സലിവുള്ളവൻ കരുണയിൻ കടലായി തണലായി അരികിൽ കൂട്ടിനുണ്ട്. മനസ്സലിവുള്ളവൻ
കരയുമ്പോൾ അരികിലാണങ്ങ് അമ്മയെ പോലവൻ വാത്സല്യമേകും. ഞാനൊന്നു കരയുമ്പോൾ അരികിലാണങ്ങ് അമ്മയെപ്പോലവൻ വാത്സല്യമേകും. ഇടറുന്ന പാതയിൽ തളരുന്ന പാദങ്ങൾ കഴുകി തലോടുമെൻ ആത്മനാഥൻ. ഇടറുന്ന പാതയിൽ തളരുന്ന പാദങ്ങൾ തഴുകിത്തലോടുമേ ആത്മനാഥൻ. മനമുരുകി പ്രാർത്ഥിച്ചിടാം, ദിനവും തവ സവിധേ യാചിച്ചിടാം. മനമുരുകി പ്രാർത്ഥിച്ചിടാം, ദിനവും തവ സവിധേ യാചിച്ചിടാം. രോഗത്താൽ വലയുമ്പോൾ അരികിലാണഞ്ഞ് താതനെ പോലവൻ ആശ്വാസമേകും. രോഗത്താൽ വലയുമ്പോൾ അരികിലാണഞ്ഞ് താതനെപ്പോലവൻ ആശ്വാസമേകും. തകരുന്ന മാനസം തളരുന്ന ദേഹി തഴുകി തലോടുമേ യേശുനാഥൻ. തകരുന്ന മാനസം തളരുന്ന ദേഹം തഴുകിത്തലോടുമേ യേശുനാഥൻ. മനമുരുകി പ്രാർത്ഥിച്ചിടാം, ദിനവും തവ സവിധേ യാചിച്ചിടാം. മനമുരുകി പ്രാർത്ഥിച്ചിടാം, ദിനവും തവ സവിധേ യാചിച്ചിടാം. തകർന്ന ഹൃദയം കാണുന്ന ദൈവം, തകർന്ന ഹൃദയം കാണുന്ന ദൈവം. മനസ്സലിവുള്ളവൻ കരുണയിൻ കടലായി തണലായി അരികിൽ കൂട്ടിനുണ്ട്. മനസ്സലിവുള്ളവൻ കരുണയിൽ കടലായി തണലായി അരികിൽ കൂട്ടിനുണ്ട്. ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകളൊക്കെ നീ നൽകണം. വെറുതെ അങ്ങ് ജീവിച്ചാൽ പോരാ, അങ്ങയുടെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് എനിക്കിടം നൽകണം. പാട്ടുകാരൻ പറയുകയാണ്, നിൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും നീ നേടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒരു നിമിഷം കൊണ്ടാണ്. ഒരു നിമിഷം മാത്രം മതി നിൻ്റെ ജീവിതത്തിൽ ഒരു നന്മ നിനക്ക് ലഭിക്കുവാനായിട്ട്. നിൻ്റെ ജീവിതത്തിൽ നന്മകൾ ലഭിക്കുമ്പോഴും മറ്റുള്ളവർ മാറി നിന്ന് നിന്നോട് പറയാം, നീ കൊള്ളാത്തവനാ, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചേ? എന്നാൽ ദൈവം പറയും, ഈ അനുഗ്രഹം ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ നിന്നെ വിളിച്ച ആ ദൈവം വിശ്വസ്തനാ. ഈ വർഷത്തെ 2025 മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളിൽ എല്ലാവരും ഏറ്റുപാടിയ ഒരു പാട്ടാണ് നിമിഷം മതി, ഒരു നിമിഷം മതി. എന്തിനാ? നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാരി ചൊരിഞ്ഞിടുവാൻ. കാരണം നമ്മളെ വിളിച്ച ആ ദൈവം വിശ്വസ്തനാ. ഒരിക്കലും അവൻ നമ്മളെ കൈവിട്ടിട്ട് ദൂരത്തേക്ക് പോകത്തില്ല. വചനം നമ്മളോട് പറയുന്നുണ്ട്, പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത അരുമനാഥൻ. ആ ദൈവത്തെ നമുക്ക് പാടി സ്തുതിക്കാം. അറിയാവുന്നവർക്കെല്ലാം ചേർന്ന് പാടാം. ചിലപ്പോൾ ഈ നിമിഷമായിരിക്കാം ആ ദൈവിക അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. നിമിഷം മതി, ഒരു നിമിഷം മതി, അനുഗ്രഹമാരി
എന്നിലേക്ക് ചൊരിയുവാൻ. മതി, ഒരു നിമിഷം മതി, അനുഗ്രഹമാരി ചൊരിഞ്ഞിടുവാൻ. കൃപയുടെ വാതിൽ നാഥൻ തുറന്നാൽ അടയ്ക്കുവാൻ ആരാലും സാധ്യമല്ല. അടച്ചത് തുറപ്പാനും സാധ്യമല്ല. നിമിഷം മതി, ഒരു നിമിഷം മതി, അനുഗ്രഹമാരി ചൊരിഞ്ഞിടുവാൻ. കൃപയുടെ വാതിൽ നാഥൻ തുറന്നാൽ അടയ്ക്കുവാൻ ആരാലും സാധ്യമല്ല. അടച്ചത് തുറപ്പാനും സാധ്യമല്ല. ലോകത്തിൻ മുൻപാകെ നിന്നിതരെങ്കിലും മനക്ലേശമെന്നത് ലേശം വേണ്ട. ലോകത്തിൻ മുൻപാകെ നിന്നിതരെങ്കിലും മനക്ലേശമെന്നത് ലേശം വേണ്ട. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാകയ വഴിയിൽ ഉപേക്ഷിച്ചു പോകയില്ല. കരുതലിൻ കരമാണവൻ. നിമിഷം മതി, ഒരു നിമിഷം മതി, അനുഗ്രഹമാരി ചൊരിഞ്ഞിടുവാൻ. കൃപയുടെ വാതിൽ നാഥൻ തുറന്നാൽ അടയ്ക്കുവാൻ ആരാലും സാധ്യമല്ല. അടച്ചത് തുറപ്പാനും സാധ്യമല്ല. തമസാകി നീക്കിത്തൻ വെളിച്ചം പകർന്നെന്നും തന്മാർവിലെ സ്നേഹം നമുക്കു നൽകി. തമസാകി നീക്കിത്തൻ വെളിച്ചം പകർന്നെന്നും തന്മാർവിലെ സ്നേഹം നമുക്കു നൽകി. നാളെ ഓർത്തു വിചാരപ്പെടേണ്ട, നാഥന് നിന്നെ വിചാരമുണ്ട്. കരുണയിൻ നിറവാണവൻ. നിമിഷം മതി, ഒരു നിമിഷം മതി, അനുഗ്രഹമാരി ചൊരിഞ്ഞിടുവാൻ. കൃപയുടെ വാതിൽ നാഥൻ തുറന്നാൽ അടയ്ക്കുവാൻ ആരാലും സാധ്യമല്ല. അടച്ചത് തുറപ്പാനും സാധ്യമല്ല. നിമിഷം മതി, ഒരു നിമിഷം മതി, അനുഗ്രഹമാരി ചൊരിഞ്ഞിടുവാൻ. കൃപയുടെ വാതിൽ നാഥൻ തുറന്നാൽ അടയ്ക്കുവാൻ
ആരാലും സാധ്യമല്ല, അടച്ചത് തുറപ്പാനും സാധ്യമല്ല. മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളിലെ 48-ാമത്തെ ഗീതമാണ് രണ്ട് കാശിട്ട വിധവയെ മാനിച്ചവൻ കരുണാമയൻ. നമ്മുടെ ഏറ്റവും ചെറുതിനെ പോലും മാനിക്കുന്ന ദൈവം, നമ്മുടെ ഏറ്റവും ചെറിയ സമർപ്പണത്തെ പോലും അംഗീകരിക്കുന്ന ദൈവം. ബൈബിളിൽ 2 കഥാപാത്രങ്ങൾ സമർപ്പണത്തിൽ നമ്മെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഒന്ന് ഹാബേലിൻ്റെ ബലി. ഹാബേലിൻ്റെ ബലി ദൈവത്തിന് സ്വീകാര്യമായി തീർന്നു. പുതിയ നിയമത്തിൽ 2 കാശിട്ട വിധവ. ധനവാന്മാർ തങ്ങളുടെ ധനസമൃദ്ധിയിൽ നിന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. എന്നാൽ വിധവ തൻ്റെ ഉപജീവനം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. കർത്താവ് പറയുന്നു, ഇവൾക്കുള്ളതിൽ മുഴുവൻ സമർപ്പിച്ചു. അതുകൊണ്ട് ആ കാഴ്ചയെ ദൈവം മാനിച്ചുവെങ്കിൽ നമുക്കുള്ള ചെറുതും നമുക്കുള്ള ഏറ്റവും ബലഹീനമായതിൽ പോലും ദൈവം നമ്മുടെ കാഴ്ചയെ, നമ്മുടെ സമർപ്പണത്തെ അംഗീകരിക്കുന്നു. ആ സമർപ്പണത്തോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. 2 കാശിട്ട വിധവയെ മാനിച്ചവൻ കരുണാമയൻ. കാശിട്ട വിധവയെ മാനിച്ചവൻ കരുണാമയൻ. 2 കാശിട്ട വിധവയെ മാനിച്ചവൻ കരുണാമയൻ. ഇല്ലകളിൽ നിന്നും നൽകുന്ന ദാനങ്ങൾ സ്വർഗനിക്ഷേപമായി ഉയരും. ഇല്ലകളിൽ നിന്നും നൽകുന്ന ദാനങ്ങൾ സ്വർഗനിക്ഷേപമായി ഉയരും. ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി കൊയ്യും. സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി കൊയ്യും. കണ്ണുനീരോടെ വിതച്ചാലോടെ കൊയ്തിടും. കണ്ണുനീരോടെ വിതച്ചാലോടെ കൊയ്തിടും. അമർത്തിക്കൊരുക്കി നിറഞ്ഞു കവിയും അനുഗ്രഹം ദൈവമേകിടും. അമർത്തിക്കൊരുക്കി നിറഞ്ഞു കവിയും അനുഗ്രഹം ദൈവമേകിടും. ലോകമായി വിതയ്ക്കുന്നവൻ ലോകമായി കൊയ്യും. സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി കൊയ്യും. സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി കൊയ്യും. ഹൃദയഭാര ചുമടു താങ്ങും യാഗം സങ്കേതമേ. ഹൃദയഭാര ചുമടു താങ്ങും യാഗം സങ്കേതമേ.
സകല കൃപയും നിറയ്ക്കുവാനും ദൈവം സർവശക്തനേ. സകല കൃപയും നിറയ്ക്കുവാനും ദൈവം സർവശക്തനേ. രണ്ടു കാശിട്ട വിധവയെ മാറിച്ചവൻ കരുണാമയം. രണ്ടു കാശിട്ട വിധവയെ മാറിച്ചവൻ കരുണാമയം. ഇല്ലായ്മയിൽ നിന്നും നൽകുന്നതാണെന്ന് സ്വർഗനിക്ഷേപമായി ഉയരും. ഇല്ലായ്മയിൽ നിന്നും നൽകുന്നതാണെന്ന് സ്വർഗനിക്ഷേപമായി ഉയരും. ലോകമായി വിതയ്ക്കുന്നവൻ ലോകമായി കൊയ്യും. സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി കൊയ്യും. സമൃദ്ധിയായി വിതയ്ക്കുന്നവൻ സമൃദ്ധിയായി കൊയ്യും.